നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംഘടനയുടെ കരുത്ത് വിളിച്ചോതി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ പൊതുസമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി ഉജ്ജ്വല പ്രകടനം. ശാസ്താംകോട്ടയിൽ അപകടങ്ങൾ പതിവ്. കർശന പരിശോധനയുമായി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവർ പിടിയിൽ. പരിശോധന തുടരുമെന്ന് RTO. അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ ഒപ്പുവച്ച പുതിയ കരാർ രാജ്യത്തെ അമേരിക്കൻ കമ്പോളമാക്കി മാറ്റുമെന്ന് CPIM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കം. പുതിയ കരാറിനെതിരായ പ്രതിഷേധം കൂടിയായി ദേശീയ പണിമുടക്ക് മാറുമെന്നും ജയമോഹൻ. വിശദമായ വാർത്തകളിലേക്ക്. വർണ്ണശബളമായ പ്രകടനത്തോടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കമായി. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ പ്രവർത്തകർ ബാനറിന് പിന്നിലായി പ്രത്യേകമായി അണിനിരന്നു. ചിട്ടയായ സംഘാടനവും പ്രവർത്തക പങ്കാളിത്തവും ഘോഷയാത്രയ്ക്ക് കരുത്തായി. വർണ്ണശബളമായ പ്രകടനത്തോടെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് കുണ്ടറയിൽ തുടക്കമായത്. ഓരോ മേഖലകളിൽ നിന്നും എത്തിയ പ്രവർത്തകർ ബാനറിന് പിന്നിലായി പ്രത്യേകം അണിനിരന്നു. ചിട്ടയായ സംഘാടനവും പ്രവർത്തക പങ്കാളിത്തവും ഘോഷയാത്രയ്ക്ക് കരുത്തായി. വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയ്ക്ക് പകിട്ടേകി. ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ അണിനിരുന്നതോടെ പ്രവർത്തകർക്കും ആവേശമായി. ആശുപത്രി മുക്ക് കനാൽ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആശുപത്രി മുക്ക് മുക്കട വഴി ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനത്ത് സമാപിച്ചു. വിളംബരത്തിന്റെ മണ്ണിൽ കരുത്തുകാട്ടി 15ാമത് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ഇതോടെ തുടക്കമായി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പൊതുസമ്മേളനം നടത്തി. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിലായിരുന്നു പൊതുസമ്മേളനം. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പൊതുസമ്മേളനം നടത്തിയത്. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിലായിരുന്നു സമ്മേളനം. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ PC വിഷ്ണു, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന് അടിയന്തരമായി മറ്റൊരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യത്തിൽ പോകേണ്ടി വന്നതുകൊണ്ട് നിർബന്ധപൂർവം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചാണ് ഇന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിയമസഭ നടക്കുന്ന സമയമായിട്ടും ഞാനിവിടെ വന്നത്. ഇനി തിരികെ വീണ്ടും സമ്മേളനത്തിന് പങ്കെടുക്കാൻ തിരിച്ച് രാത്രി തന്നെ പോകേണ്ടി വരും. മാത്രവുമല്ല, COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു P അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി നൌഷാദി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS ജ്യോതികുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SL സജികുമാർ, BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് S, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജനസ്, സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, മുരളീകൃഷ്ണൻ M, COA ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള G എന്നിവർ പങ്കെടുത്തു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൽ ഈ രംഗത്ത് ഈ മേഖലയിൽ 4ാം സ്ഥാനത്തും അതുപോലെ തന്നെ കേരളത്തിൽ 1ാം സ്ഥാനത്തും നിലകൊള്ളുന്ന രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കമ്പനിയുടെയും സംഘടനയുടെയും അണികളാണ്, പ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും.
സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വിനോദ് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മാവേലിക്കര മുൻ MLA എം മുരളി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. 4 തവണ മാവേലിക്കര MLA ആയിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. KSUവിലൂടെ പൊതുരംഗത്ത് എത്തിയ എം മുരളി MG സർവകലാശാലയുടെ ആദ്യ സെനറ്റ് അംഗമായിരുന്നു. നിരവധി സ്വകാര്യ ബില്ലുകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ ഒപ്പുവെച്ച പുതിയ കരാർ രാജ്യത്തെ അമേരിക്കൻ കമ്പോളമാക്കി മാറ്റുമെന്ന് CPIM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വികസന സന്ദേശജാഥ തൊടിയൂർ വെളുത്തമണലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമാക്കി രാജ്യത്തെ മാറ്റുന്ന പുതിയ കരാറിനെതിരെ കൂടിയുള്ള പ്രതിഷേധമായി 12-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന സന്ദേശ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ജാഥ വെളുത്തമണലിൽ നിന്നും ആരംഭിച്ചു. വികസന സന്ദേശ ജാഥയുടെ ഉദ്ഘാടനം CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S ജയമോഹൻ നിർവഹിച്ചു. ട്രംപ് മോദി കരാർ ഇന്ത്യയെ അമേരിക്കൻ കമ്പോളമാക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉപഭോക്തരത്തിലേക്ക് എത്താൻ കഴിയുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ സമസ്ത മേഖലകളിലും ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് ഓരോന്നും നമ്മൾ അക്കമിട്ട് പറഞ്ഞാൽ അതിനെ വിമർശിക്കാൻ കഴിയാത്തവരായി UDFും BJPയുടെയും ആളുകൾ മാറിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ നമ്മുടെ നാട് കൈവരിച്ച നേട്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വിമർശനം, പ്രതികരണം ഈ BJP UDFുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ് എന്നതാണ്. ഈ കേരളത്തിൽ തന്നെ വികസന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ 10 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കേരളം 56-ൽ രൂപം കൊണ്ടതിനു ശേഷം ആദ്യം അധികാരത്തിൽ വന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ച, പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ നാം സ്വീകരിച്ച നേട്ടങ്ങളല്ലാതെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു നേട്ടം കേരളത്തിൽ കൈവരിച്ചത് UDFന് ഒന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി കയ്യിലുണ്ടോ? CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താരയാണ് ജാഥ ക്യാപ്റ്റൻ. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. ജഗജ്ജീവൻ ലാലി ആമുഖ പ്രഭാഷണം നടത്തി. ജാഥ വൈസ് ക്യാപ്റ്റൻ A അനിരുദ്ധൻ, LDF നേതാക്കളായ സൂസൻ കോടി, R സോമൻപിള്ള, PB സത്യദേവൻ, PR വസന്തൻ, PK ബാലചന്ദ്രൻ, കൃഷ്ണകുമാർ, ഷിഹാബ് എസ്പൈനിമോട്, അബ്ദുൽ സലാം അൽഖന, സൈനുദ്ദീൻ, AA ജബ്ബാർ, ഷമീർ സിസിയ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പാട് തെക്കുനിന്നുമാണ് വ്യാഴാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത്. 7-ന് കുലശേഖരപുരം തേവലശ്ശേരി ജംഗ്ഷനിൽ ജാഥ സമാപിക്കും. സമാപന സമ്മേളനം CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അപകടങ്ങൾ തുടർക്കഥയായതോടെ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങി. ചക്കുവള്ളി 7-ാം മൈൽ സിനിമാപ്പറമ്പ് മേഖലകളിലാണ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി. അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ നാട്ടുകാരുടെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. നമുക്ക് വ്യാപകമായ പരാതികൾ 7-ാം മൈലിൽ നിന്ന് കിട്ടി തുടങ്ങിയിരിക്കുന്നു. റേസേഴ്സിന്റെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായത്. 2 പേരും 3 പേരും ഒക്കെ കയറി പോകുന്ന നിരവധി ബൈക്കുകാർ. ഇപ്പൊ തന്നെ ഞങ്ങൾ 1 മണിക്കൂറായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 11 12 ഒക്കെ ആൾക്കാരെ കിട്ടി. അവർക്കൊക്കെ തന്നെ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ വ്യാപകമായ ആൾക്കാർ പോകുന്നു. 3 പേര് കയറി പോകുന്നു. അതിൻ്റെ ഒരു നൊട്ടോറിയസ് സ്ഥലമായിട്ട് സിനിമാപ്പറമ്പ് ഭരണിക്കാർ റൂട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രാഷായിട്ട് വന്നിട്ട് 3-4 ടീമുകൾ സ്ഥലങ്ങളിലായിട്ട് നിർത്തിയിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ കേസുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കുവള്ളി 7-ാം മൈൽ സിനിമാപ്പറമ്പ് മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങിയത്. 7-ാം മൈൽ സിനിമാപ്പറമ്പ് എന്നിവിടങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി. അപകടങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാരുടെ പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി. വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് മൊബൈൽ വഴി പിഴയൊടുക്കാൻ നോട്ടീസ് അയക്കുന്ന രീതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് RTO എൻഫോഴ്സ്മെന്റ് അധികൃതർ നേരിട്ട് പരിശോധനയ്ക്കിറങ്ങിയത്. എല്ലാ വാഹനങ്ങളും നേരിട്ട് തടഞ്ഞു നിർത്തി രേഖകൾ പരിശോധിക്കുന്ന രീതിയാണ് എൻഫോഴ്സ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരാനാണ് തീരുമാനം. ഞങ്ങൾ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഒഫൻസുകൾ വരുന്നതെന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ശബരിമല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓഫീസേഴ്സൊക്കെ ശബരിമല ആയതുകൊണ്ട് ആ സമയത്ത് വ്യാപകമായി ഒഫൻസുകൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമാപ്പറമ്പ്, ഭരണിക്കാവ്, ചക്കോള്ളി ഏരിയയിലൊക്കെ ആക്സിഡന്റ് കൂടിയിരിക്കുന്നു. ഒഫൻഡേഴ്സിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. പ്രധാനമായും ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോർ സൈക്കിളാണ്. ലൈസൻസ് ഇല്ലാത്ത 10-11 കേസുകൾ 3/4 മണിക്കൂർ ഞങ്ങൾ പിടിക്കുകയുണ്ടായി.
4 റോഡും ഒരേപോലെ സമാന്തരമായി നോക്കുന്നു, പിടിക്കുന്നു. കൂടാതെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് അപ്പം നോക്കിയിട്ട് തന്നെ കേസെടുക്കുന്നുണ്ട്. പരിശോധനയിൽ പിടിയിലായവരിൽ വലിയൊരു വിഭാഗം കൗമാരക്കാരാണ്. ലൈസൻസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ വാഹനം നിരത്തിലിറക്കുന്നത് ഗൗരവകരമായ കുറ്റമാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. പലപ്പോഴും ഇതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. മക്കൾക്ക് വാഹനം നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് RTO എൻഫോഴ്സ്മെന്റ് AK ദിലു പറഞ്ഞു. ലൈസൻസ് ഇല്ലെങ്കിൽ ഗൗരവമായ നടപടിയല്ലേ. 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കുന്നുണ്ട്. അടയ്ക്കാൻ ആൾക്കാർ വില്ലിങ് ആവുന്നുണ്ട്. വണ്ടികൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലൈസൻസ് എടുക്കാനും പറഞ്ഞ് പോയിട്ടുണ്ട്. എക്സ്പയറി ആയ ലൈസൻസുകൾ ഉള്ള മോട്ടോർ കാർ ഓടിച്ചു വന്ന ആൾക്കാരെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതുള്ളത് വളരെ ഗൗരവമായി തന്നെ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കാണുന്നത്. ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ റോഡ് സേഫ്റ്റിയുടെ എല്ലാ റൂൾസും ഫ്ലൗട്ട് ചെയ്തിരിക്കുന്നു, എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. ലൈസൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല ലൈസൻസ് വാഹനം ഓടിക്കുന്നെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അങ്ങനെ തുടങ്ങി നിരവധിയായ RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ MVIമാരായ ഗുരുദാസ്, അഭിലാഷ്, AMVIമാരായ അഭിറാം, ശ്രീപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മിന്നൽ പരിശോധനകളും പ്രദേശത്ത് നടത്തും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചുരിദാർ ധരിച്ചെത്തിയ പ്രഥമാധ്യാപികയെ സ്കൂളിൽ കയറ്റിയില്ല. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് സെക്യൂരിറ്റി പ്രഥമാധ്യാപികയെ തടഞ്ഞതെന്നാണ് ആരോപണം. കൊട്ടാരക്കര നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. മാനേജർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാണല്ലോ. എന്തുകൊണ്ട് മാനേജർ എന്താണ് പറഞ്ഞത്? ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന്റെ പേര് പിന്നെ ചുരിദാർ ഇട്ടുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ചുരിദാർ ഇടാൻ ഗവൺമെന്റ് അംഗീകാരം ഉണ്ടോ? അതിനെ പറ്റി എനിക്കറിയാം. മാനേജർ പറഞ്ഞു ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ കേട്ടുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പ്. ചുരിദാർ ധരിച്ച് സ്കൂളിലെത്തിയ പ്രഥമാധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്നാണ് പരാതി. കൊട്ടാരക്കര നടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. പ്രഥമാധ്യാപിക സിന്ധു S നായർക്കാണ് മോശം അനുഭവം ഉണ്ടായത്. സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റിയാണ് അധ്യാപികയെ തടഞ്ഞത്. പിന്നീട് പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത്. ഇതേസമയം അധ്യാപികയെ തടയാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് സ്കൂൾ മാനേജർ വിശദീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കോൺഗ്രസും മഹിളാ കോൺഗ്രസും സംയുക്തമായി കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര ബജറ്റ് കേരളത്തെ പരിഹസിക്കുന്നതാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി പറഞ്ഞു. കേന്ദ്ര ബജറ്റ് കേരളത്തെ പരിഹസിക്കുന്നതാണെന്ന് KPCC ജനറൽ സെക്രട്ടറി സൂരജ് രവി കുറ്റപ്പെടുത്തി. കേരളം ആവശ്യപ്പെട്ട അതിവേഗ റെയിൽ, എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന് നിഷേധിച്ച കേന്ദ്ര സർക്കാർ കേരളം ഇന്ത്യയിൽ അല്ലെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കൊല്ലത്ത് കേന്ദ്ര ബജറ്റിനെതിരെ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സൂരജ് രവി. കേരള സംസ്ഥാനത്തെയും കേരളത്തിലെ ജനങ്ങളെയും ആകമാനം അപമാനിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായപ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ ഗീതാകൃഷ്ണൻ സൂചിപ്പിച്ചു, ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. ഈ സംസ്ഥാനത്ത് ഒരു കേന്ദ്രമന്ത്രി വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ആ കേന്ദ്രമന്ത്രി ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൊല്ലമായതിൽ മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ കൊല്ലംകാരനായതിൽ കൊല്ലംകാർ അപമാനം കൊണ്ട് തല താഴ്ത്തുകയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉഴുത്ത തെറി പറയുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത് എയിംസ് കേരളത്തിൽ വരും ഡാഷ് മോനെ എന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഒരു കേന്ദ്രമന്ത്രി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് D ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി കൃഷ്ണവേണി G ശർമ്മ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫേബ സുദർശനൻ, S നാസർ, ഹബീബ് സേട്ട, GK പിള്ള, AK സാബ്ജാൻ, മീര രാജീവ്, F അലക്സാണ്ടർ, KM റഷീദ, സന്തോഷ് കടപ്പാക്കട, G ചന്ദ്രൻ, ദീപ ആൽബർട്ട, B സന്തോഷ്, ബേവിച്ചൻ, KG രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്വകാര്യ ആശുപത്രിയിൽ അക്രമം നടത്തുകയും ഡോക്ടറെയും സുരക്ഷാ ജീവനക്കാരെയും മർദ്ദിക്കുകയും ചെയ്ത പ്രതികൾ അറസ്റ്റിൽ. നെടുമന സ്വദേശി ഉബൈദ്, കണ്ണനല്ലൂർ സ്വദേശി ഹാഷ്യം എന്നിവരാണ് അറസ്റ്റിലായത്. കൊട്ടിയത്തെ ഹോളി ക്രോസ് ആശുപത്രിയിലായിരുന്നു ആക്രമണം. കൊട്ടിയം ഹോളി ക്രോസ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിനൊപ്പം എത്തിയവർ ഡോക്ടറെയും 8ഓളം വരുന്ന ജീവനക്കാരെയും മർദ്ദിച്ചത്.
ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൊട്ടിയം പോലീസ് പിടികൂടി. നെടുമ്പന BV മൻസിലിൽ ഉബൈദ, കണ്ണനെല്ലൂർ മുട്ടക്കാവ് തെക്കേച്ചെരുവിള വീട്ടിൽ ഹാഷിം എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം കണ്ണനെല്ലൂരിൽ കാറുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ കുളപ്പാടം സ്വദേശി അബ്ദുൾ റസാഖിനെയാണ് നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ നൽകി. പരിശോധനയിൽ കാലിന് പൊട്ടലേറ്റതായി കണ്ടെത്തി. ഇതിനിടെ യുവാവിന്റെ പിതാവും സുഹൃത്തുക്കളും ആശുപത്രിയിലെത്തി. പിതാവ് ഡോക്ടറോട് തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചികിത്സ വൈകിയെന്നാരോപിച്ച് ഫോൺ ഉപയോഗിച്ച് മുഖത്തടിക്കുകയും ചെയ്തു. യുവാവിന്റെ സുഹൃത്തുക്കൾ അത്യാഹിത വിഭാഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സുരക്ഷാ ജീവനക്കാരൻ ജ്യോതി ബാബു തടഞ്ഞതോടെ സംഘർഷമുണ്ടായി. ജ്യോതി ബാബുവിനെ മർദ്ദിക്കുന്നത് കണ്ടെത്തിയ മറ്റ് സുരക്ഷാ ജീവനക്കാരെയും ഇവർ ആക്രമിച്ചു. പരിക്കേറ്റ അബ്ദുൾ റസാഖിനെ പിതാവും മറ്റുള്ളവരും ചേർന്ന് മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊട്ടിയം പോലീസ് എത്തി ആക്രമണം നടത്തിയ 2 പ്രതികളെ പിടികൂടി. ഇവരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ബസിൽ ശ്രീയുടെ ബാഗ് മോഷ്ടിച്ചു. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ അംഗം അറസ്റ്റിൽ. കോയമ്പത്തൂർ മുക്കോണം കോവിൽ സ്വദേശിനി കൗസല്യാണ് അറസ്റ്റിലായത്. കൊല്ലം തൃക്കരിവയിലായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തൃക്കരിവയിൽ നിന്ന് കുട്ടിയത്തേക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത സ്ത്രീയുടെ പണമടങ്ങിയ പേഴ്സാണ് മോഷണം പോയത്. മറ്റൊരു മോഷണ ശ്രമത്തിനിടയിലാണ് പ്രതി പിടിയിലായത്. കോയമ്പത്തൂർ പാളയം മുക്കോണം കോവിൽ സ്വദേശിനി കൗസല്യയാണ് പിടിയിലായത്. ബസ്സിൽ തിക്കും തിരക്കും കൂട്ടി തൃക്കരിവ സ്വദേശിനിയുടെ ബാഗ് മോഷ്ടിക്കുകയായിരുന്നു. കൊട്ടിയം കണ്ണനെല്ലൂർ ബസ് സ്റ്റോപ്പിലെത്തിയ പ്രതി മറ്റൊരു സ്ത്രീയുടെ പേഴ്സ് മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. കൊട്ടിയം പോലീസ് എത്തി ഇവരുടെ പക്കലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ തൃക്കരിവ സ്വദേശിനിയുടെ മേൽവിലാസം ലഭിച്ചു. തുടർന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുത്തു. 9ഓളം സമാന കേസുകളിൽ പ്രതിയാണ് കൗസല്യയെന്ന് പോലീസ് പറഞ്ഞു. അന്തർ സംസ്ഥാന മോഷ്ടാവായ ഇവരെ പല കേസുകളിലും പോലീസ് പിടികൂടുമ്പോൾ വ്യാജ മേൽവിലാസം നൽകിയാണ് ഇവർ പോലീസിനെ കബളിപ്പിച്ചിരുന്നത്. തിക്കും തിരക്കുമുള്ള ബസ്സുകളിലും ആരാധനാലയങ്ങളിലും എത്തി സ്വർണ്ണാഭരണങ്ങളും പേഴ്സും മോഷ്ടിക്കുന്നതാണ് ഇവരുടെ രീതി. കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടർ വി പ്രദീപിന്റെ നേതൃത്വത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KMMLലെ TP യൂണിറ്റിലെ DCW ജീവനക്കാരെ കാഷ്വൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചു. മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. ഇതോടെ 613 നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ കാഷ്വൽ വർക്കർമാരാകും. ശമ്പളത്തോടൊപ്പമുള്ള മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കും. ലാപ്പ സൊസൈറ്റി വഴി കമ്പനിയിൽ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമായി. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMMLലെ TP യൂണിറ്റിലെ DCW ജീവനക്കാരെയാണ് കാഷ്വൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചത്. വ്യവസായ മന്ത്രി P രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLAയും യൂണിയൻ നേതാക്കളും KMML മാനേജ്മെന്റും ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ 613 നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ കാഷ്വൽ വർക്കർമാരായി മാറും. നിയമപരമായ ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കും. ഏറെ നാളത്തെ തൊഴിലാളികളുടെ ആവശ്യമാണ് ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. നിലവിലുള്ള വേതനം സംരക്ഷിച്ചുകൊണ്ടാണ് കാഷ്വൽ ജീവനക്കാരായി നിയമിക്കുന്നത്. ഒപ്പം നിലവിൽ കമ്പനിയിൽ ലാപ്പ സൊസൈറ്റിക്ക് കീഴിൽ TSP യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ലാപ്പ തൊഴിലാളികളെ DCW ജീവനക്കാരാക്കാനും തീരുമാനമായി. ലാപ്പ സൊസൈറ്റി വഴി കമ്പനികൾ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. കമ്പനി ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് രൂപീകരിച്ച ലാപ്പ സൊസൈറ്റിക്ക് കീഴിൽ ഏറെ നാളായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ കഴിഞ്ഞ സർക്കാർ 2019 കമ്പനിയുടെ നേരിട്ടുള്ള കരാർ ജീവനക്കാരായി അംഗീകരിച്ചത്. 733 ലാപ്പ തൊഴിലാളികളെയാണ് അന്ന് നിയമിച്ചത്. അവർക്ക് യൂണിഫോം ഉൾപ്പെടെ നൽകി ജീവനക്കാരെ കമ്പനിയുമായി കൂടുതൽ ചേർത്തു നിർത്തിയിരുന്നു. KMMLന്റെ വികസനത്തിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. മിനറൽ കോറിഡോറിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലോകത്തു തന്നെ ഏറെ ശ്രദ്ധേയമാകുന്ന തലത്തിൽ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന പദ്ധതിയാണ് മിനറൽ കോറിഡോർ. മോണസൈറ്റിൽ നിന്ന് തോറിയം, പ്രിയോഡൈമിയം, സമേറിയം ഉൾപ്പെടെ വിവിധ റെയർ എർത്ത് മൂലകങ്ങൾ പ്രതിരോധം, ബഹിരാകാശ പര്യവേക്ഷണം, വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, ചവറ. KMMLൽ 11 മാസമായി INTUCയുടെ നേതൃത്വത്തിൽ DCW തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. തൊഴിലാളികളെ കാഷ്വൽ തൊഴിലാളികളാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത്.
കഴിഞ്ഞ 11 മാസമായി KMML കമ്പനിയിൽ DCW തൊഴിലാളികൾ INTUCയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന സമരമാണ് പിൻവലിച്ചത്. മുഴുവൻ തൊഴിലാളികളെയും കാഷ്വൽ തൊഴിലാളികളാക്കാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചതെന്ന് INTUC ദേശീയ സെക്രട്ടറി K. സുരേഷ് ബാബു പറഞ്ഞു. മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് മുഴുവൻ തൊഴിലാളികളെയും കാഷ്വൽ തൊഴിലാളികളാക്കാൻ തീരുമാനിച്ചത്. KMMLന് മുന്നിൽ തൊഴിലാളികൾ ആഹ്ലാദ പ്രകടനവും നടത്തി. K. സുരേഷ് ബാബു ആഹ്ലാദ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗവും DCC വൈസ് പ്രസിഡന്റുമായ R. അരുൺരാജ്, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, പൊന്മന നിശാന്ത്, അൻവർ കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘടനയുടെ കരുത്ത് വിളിച്ചോതി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. കുണ്ടറ ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ പൊതുസമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി ഉജ്ജ്വല പ്രകടനം. ശാസ്താംകോട്ടയിൽ അപകടങ്ങൾ പതിവ്. കർശന പരിശോധനയുമായി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവർ പിടിയിൽ. പരിശോധന തുടരുമെന്ന് RTO. അമേരിക്കൻ പ്രസിഡന്റും നരേന്ദ്രമോദിയും തമ്മിൽ ഒപ്പുവച്ച പുതിയ കരാർ രാജ്യത്തെ അമേരിക്കൻ കമ്പോളമാക്കി മാറ്റുമെന്ന് CPIM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ. LDF കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ വികസന സന്ദേശ ജാഥയ്ക്ക് തുടക്കം. പുതിയ കരാറിനെതിരായ പ്രതിഷേധം കൂടിയായി ദേശീയ പണിമുടക്ക് മാറുമെന്നും ജയമോഹൻ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.